മണ്ണിടിച്ചിലുകളടക്കം ചില മേഖലകളിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലേ? ശക്തമായ മണ്ണിടിച്ചിലാണെന്ന് മനസ്സിലാകുന്നു. കാസർഗോട്ട് സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണോ? രഞ്ജിത്ത്, കാസർഗോഡ് ശക്തമായ മഴയുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അല്പസമയം മുമ്പാണ് മംഗളൂരുവിലാണ് ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം. മംഗളൂരുവിൽ കങ്കരാടി സുവർണ ലൈനിന് സമീപമാണ് ഒരു കൂറ്റൻ മതിൽ അപ്പാടെ ഇടിഞ്ഞ് റോഡിന് സമീപത്തേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്ര ഭയാനകമാണെന്ന്. ഇതുവഴി കങ്കനാടി വഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന, അതായത് പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് തന്നെയുള്ള ടൗണിനകത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണിത്. ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. അതിന് തൊട്ട് സമീപത്താണ് ഈ സുവർണ ലൈൻ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് വലിയ കോമ്പൗണ്ട് ഹാൾ ഇത്തരത്തിൽ തകർന്നു വീഴുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. ആ സമയത്ത് ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ വലിയ ദുരന്തം ഒഴിവായത്. 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് ഈ റോഡിലേക്ക് പതിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കങ്കനാടി മംഗളൂരിന് സമീപം കങ്കനാടി സുവർണ ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ കൂറ്റൻ മതിലിടിഞ്ഞു വീണത്. അതോടൊപ്പം മംഗളൂരുവിലെ പല ഭാഗങ്ങളിലും പടിയിൽ, ബജിപ്പെ, വാമഞ്ചൂർ തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല കെട്ടിടത്തിന് അകത്തും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ദേശീയ പാതയിൽ പോലും പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സമുണ്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ ശക്തമായ മഴ ഉണ്ടാവുന്നത്. കാസർഗോഡ് ജില്ലയ്ക്കൊപ്പം തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലും അതിശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പെയ്യുന്നുണ്ട്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. രഞ്ജിത്ത്, കാണുന്നത് അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഒരു വീടിൻ്റെ ഗേറ്റും മതിലും അപ്പാടെ തകർന്ന് പോകുന്ന കാഴ്ചകൾ കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് അലേർട്ട് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് വളരെ ഭയാനകരമായ ഒരു ദൃശ്യം കൂടിയാണല്ലോ ബൈജു. തീർച്ചയായും രഞ്ജിത്ത്, ഇത് തൊട്ട് ഈ വീടിന് എതിർവശത്തുള്ള ആ ഒരു കോമ്പൗണ്ട് വാളാണ് അത്തരത്തിൽ തകർന്നു വീഴുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണിത്. നമുക്കറിയാം, ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലൊക്കെ സ്ഥിതി ചെയ്യുന്ന കങ്കരാടി പ്രദേശം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് തരിപ്പണമായ റോഡിലേക്ക് വീണ് അത്തരത്തിലൊരു അവസ്ഥയും കൂടി ഉണ്ടായി. അതിൽ സമീപത്ത് നേരെ എതിർവശത്തുള്ള വീടിന്റെ ഗേറ്റിലേക്കാണ് ആ മതിൽ ചെന്ന് പതിച്ചത്. അതാണ് ഇത്രത്തോളം വലിയ വെള്ളക്കെട്ട് അത് വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ഏതെങ്കിലും വാഹനമോ ആളുകളോ ആ ഭാഗത്തുണ്ടായാൽ ഒന്ന് അവസ്ഥ ആലോചിച്ചാൽ അത്രത്തോളം ഭയാനകമായ ഒരു ദൃശ്യം തന്നെയാണിത്. ഈ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ആ ദൃശ്യം പതിഞ്ഞത്. ആ പ്രദേശത്ത് നിരവധി വാഹനങ്ങൾ, മംഗളൂരുവിലെ പ്രധാന നഗരമാണ് ഈ കങ്കനാടി എന്ന് പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ, കോളേജുകൾ പ്രവർത്തിക്കുന്ന സ്ഥലം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് ആളുകൾ അധികം ഇറങ്ങാത്തതാണ് വൻ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. രഞ്ജിത്ത്, വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കത് വളരെ ഭയാനകരമായ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുകയും ചെയ്യാം. കാസർഗോഡിന്റെ മറ്റു പ്രദേശങ്ങളിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നാണോ ബൈജു? ശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിലായാലും നഗരപ്രദേശങ്ങളിലായാലും എല്ലാം തന്നെ ശക്തമായ മഴയാണ്. ഏതെങ്കിലും തരത്തിൽ മഴ കുറയുന്ന സാഹചര്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി മുതൽ തോരാതെ പെയ്യുന്ന മഴയാണ്. എല്ലാ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വലിയ തോതിലുള്ള മഴ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. അതായത് മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ വെള്ളക്കെട്ടുണ്ടായ ഒരു പ്രദേശം കൂടിയാണ് കാസർഗോഡ്. അതിന് തൊട്ടു പിന്നാലെയാണ് തുടർച്ചയായ മണിക്കൂറുകളിൽ ഇത്തരത്തിൽ മഴ വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും പ്രധാന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മലയോര മേഖലകളിലാണ്. കഴിഞ്ഞ കാലവർഷത്തിൽ നിരവധി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തതാണ് മലയോര മേഖലകളിൽ. പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് വലിയ തോതിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. ആ പ്രദേശങ്ങളിൽ അപകടകരമായ രീതിയിലുള്ള സ്ഥലങ്ങളിലുള്ളവരെല്ലാം മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഒപ്പം വിനോദസഞ്ചാര മേഖലയാണ് കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ ബാധിച്ചത്. ഈ കാലവർഷം ശരി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.